ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മളിതൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാനുണ്ടാക്കണം. പകുതി സാധനങ്ങൾ ചേട്ടക്കൂടെ വെച്ചു. 4 പച്ചമുളക് കൂടെ ഉണ്ട്. ഇത് എല്ലാം ഉടൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഇവിടെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണേണ്. എണ്ണ ചൂടായി കഴിയുമ്പോ നമ്മള് ഈ ഉലുവയും കടുകും കൂടെ ഇടാം. അതെ, എണ്ണ ചൂടാൻ തുടങ്ങിയിട്ട് അപ്പേ നമ്മതേ ഈ കടുകും ഉലുവയും കൂടെ അപ്പുറത്ത് ഇപ്പോഴായിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം പൊട്ടി ഒന്ന് തീരാറാവുമ്പോഴാണ് കണ്ട എല്ലാം പൊട്ടി ഇങ്ങനെ എണ്ണയുടെ മുകളിലായിട്ട് വന്ന് കിടക്കണേന്ന്. ഇപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും കടും ഉലുവ എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലോട്ട് അമ്മ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാൻ പോണേണ്. നേരെ മാങ്ങ എടുത്തിടും. മാങ്ങ ഇടണേന്. മാങ്ങ കുറേ ഉണ്ട്. നല്ല പച്ച മാങ്ങയാണ്, നല്ല പുളിയുണ്ട്. അതിനിടയ്ക്കൊന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് നല്ലോണം നമുക്ക് മിക്സ് ആക്കാം. നല്ലോണം മിക്സ് ആക്കിയത് മിക്സാക്കി വന്ന് ഇരുന്ന് ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ മാങ്ങുന്ന വരുന്ന വന്നപ്പോൾ ഈ പുളിയും എരിവെല്ലാം ഒന്ന് സെറ്റാൻ വേണ്ടി ഇച്ചിരി ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര ഇട്ടിട്ട് നമ്മൾ ഇനി ഇപ്പോൾ ഈ തോടിൻ്റെ കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്കിനി മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി കുറേ ഉണ്ട്, ഇത്രയും എമൗണ്ട് ഇല്ലേ ഉണ്ടാ. തോടിൻ്റെ കളർ മാറുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് ഇതിലോട്ട് മുളക് പൊടി ഇടാം. നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കേട്ടോ, ഇത്രയും മുളക് പൊടി നമുക്ക് നല്ലോണം ഇനി മിക്സ് ചെയ്യാം. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി നേരം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇതിലോട്ട് കായം ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയപ്പം തന്നെ ഇച്ചിരി കായം കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇപ്പം നല്ല കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട്, എനിക്കറിയില്ല. ഒരുമാതിരി ഒന്ന് വഴണ്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്കിനി ചൊറുക്കൊഴിക്കാം. ഇപ്പോൾ ചൊറുക്കൊഴിച്ചിട്ടുണ്ട്. ഈസ്റ്റർ ഉണ്ടാക്കുന്ന സാധനമാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേവി ടൈപ്പ് പോലെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങാട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് തിളക്കണം. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ചൊറുക്കെല്ലാം ഒഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പതുക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്കിനി കാണാം. നല്ലോണം വരണ്ട് കറക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാകങ്ങളെല്ലാം കറക്റ്റ് ആക്കാൻ വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നല്ല പുളിപ്പെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. എല്ലാവരും ഇതുപോലെ വീട്ടിൽ അച്ചാറുണ്ടാക്കി കമന്റ് ബോക്സിൽ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.